ഹലോ ഫ്രണ്ട്സൊക്കെ അല്ല സൂപ്പർ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അതിനകത്ത് ഒരു കപ്പ് റവ എടുത്ത് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റവ വറുത്തതാണെങ്കിൽ ഒന്നും കൂടി വറുത്തേക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഒരു ഇൻപിച്ചട്ടിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണയും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്പൂൺ മുക്കി പൊരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നെയ്ക്കൊക്കെ വിലയെന്ന് അറിയാവോ, അതിലിരിക്കുന്ന നെയ്യും കൂടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ കടുവ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുവ് ഇങ്ങനെ പടപടാന്ന് പൊട്ടുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും ഉലുവയും കൂടി ഇട്ട് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വറ്റൽമുളകും എന്താണ് സവാള കുനുകുനാന്ന് വരുന്നതും ബീൻസ് ഇല്ലാത്ത കാരണം അച്ചിങ്ങ ഇട്ട്, പിന്നെ നമ്മൾ ക്യാരറ്റും അതിലേക്ക് നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വാടി വരണം, വെന്ത് പോകണ്ടേ. വാടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടോ. ഇനി റവ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് നോക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ റവയും കൂടി തട്ടി കൊടുക്കണം. റവ വീണ കാണാൻ എന്താ ഭംഗി നോക്കില്ലേ, നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ പിരമിഡിൻ്റെ രൂപത്തിലാക്കി വെക്കാം. കണ്ടോ, ഞാൻ നല്ല പിരമിഡിൻ്റെ രൂപമാക്കി വെച്ചിട്ടില്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാതെ 1 മിനിറ്റ് ഇതേപോലെ ആവി വരുന്ന സമയത്ത് 1 മിനിറ്റ് നിന്ന് ആവി വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 7-8 മിനിറ്റ് ഇതേപോലെ മൂടി തന്നെ വെച്ചിരുന്നാൽ മതി. അതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര, മീൻസ് അതിൻ്റെ എന്താ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാന്നൊക്കെ പറയും, എങ്ങനെയാണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, തരിതരായിട്ടുള്ള ഉപ്പുമാവ് കിട്ടിയില്ലേ, നല്ല ഭംഗിയല്ലേ, നോക്കിക്കോ, നല്ല ശരിക്കും ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭംഗി മാത്രമല്ല എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നെയ്യുടെയും എല്ലാത്തിനും കൂടെ ഇതാകുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബീൻസ് ഇട്ടുകൊണ്ട് വേറെ ടേസ്റ്റാണ്, ബീൻസിന് വേറെ അച്ചിങ്ങ ഇട്ടുകൊണ്ട് വേറെ ടേസ്റ്റാണെന്ന് വിചാരിക്കേണ്ട, എല്ലാത്തിനും ഒരേപോലത്തെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് പപ്പടമാണെങ്കിൽ പപ്പടം കൂട്ടാൻ, ഞാനിവിടെ പഴമായിരുന്നു, അപ്പോൾ പഴവും കൂടെ അങ്ങോട്ട് എടുത്ത് കുഴച്ച് മാറിച്ച് അങ്ങോട്ട് കഴിച്ച് നോക്കണം മക്കളേ, വേറെ ലെവലിൽ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. അത് എല്ലാവരും കഴിച്ച് നോക്കണോണ്ട് കുട്ടാപ്പിക്ക് ഇഷ്ടപ്പെട്ട്. കണ്ടോ, അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ശരിക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള എക്സ്പ്രഷൻ കേട്ടോ. സത്യം കണ്ടില്ലേ, കൊള്ളാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ വോയിസ് പറയേണ്ടതെന്ന് അറിയില്ല. സംഭവം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മറ്റേ വോയിസ് പറയാനുള്ള സംഭവമൊക്കെ തീർന്നിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതേപോലെ ഇരുന്നിട്ടാണ് ഞങ്ങളിവിടെ കഴിക്കട്ടെ. എല്ലാവരും ഉള്ള ദിവസങ്ങളിൽ ഇതേപോലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കട്ടോ. ഇപ്പം ഞാനും വലിയമ്മയും കുട്ടാപ്പിയൊക്കെ ആയിട്ടാണ് ഇവിടെ എറണാകുളത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എൻ്റെ ഇടയ്ക്ക് വലിയമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, കുട്ടാപ്പി കഴിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വലിയമ്മയ്ക്കാണെങ്കിൽ ചിരി വന്നിട്ട് പോയി. അവസാനം ആളാണെങ്കിൽ ഇങ്ങോട്ട് കുട്ടാപ്പിനെ നോക്കിയ വഴിക്ക് പുള്ളിക്കാരത്ത് ചിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.